അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളുമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ്. ഇതിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സൈക്കിൾ റാലിക്ക് തുടക്കം കുറിച്ചു. വടകരയിൽ നിന്ന് ആരംഭിച്ച് 26-ന് താമരശ്ശേരിയിൽ റാലി സമാപിക്കും. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവി KE ബൈജു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. 21 പേരടങ്ങിയ സൈക്കിൾ റാലി റൂറൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി 26-ന് താമരശ്ശേരിയിൽ റാലി സമാപിക്കും. വടകരയിൽ നിന്ന് തുടക്കം കുറിച്ച റാലി ജില്ലാ പോലീസ് മേധാവി KE ബൈജു ഫ്ളാഗ് ഓഫ് ചെയ്തു. മാതാപിതാക്കളെ കുട്ടികളെ ശ്രദ്ധിക്കണം. രാസലഹരിക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വേണം. ഇതിൻ്റെ അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നിരന്തരമായ അവയർനെസ് കൊണ്ട് മാത്രമേ രാസലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ പറ്റുള്ളൂ. അതാണ് പോലീസിൻ്റെ ഉദ്ദേശം. അത് പോലീസിന് തന്നെയാണ്, സർക്കാരിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഉദ്ഘാടന പരിപാടികളുടെ ഭാഗമായി നടന്ന സൂംബ നൃത്തത്തിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസും അണിനിരന്നു. റൂറൽ പോലീസിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഒപ്പുശേഖരണം, സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് ലഹരി ഒരു സാമൂഹ്യ വിപത്ത് എന്ന വിഷയത്തിൽ ഉപന്യാസ മത്സരം, SPC നേതൃത്വത്തിൽ സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, റൂറൽ ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധികളിലുള്ള സ്കൂളുകളിലും അസംബ്ലി സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.